മാറ്റാ സകലം വെച്ചാ എനിക്കൊന്നും നിന്റെ അടിയിലാന്ന് തോന്നുന്നു. അമ്മാർ എണീറ്റില്ലടാ. പുതിയ വീഡിയോയിലേക്ക് അതാണ് നോക്കൂ. ഫൈനലി നമ്മളിപ്പോൾ ഉള്ളത് ജാർഖണ്ഡിലാണ്. അതായത് ജംഷഡ്പൂരിൽ നിന്ന് ഒരു 40 കിലോമീറ്റർ 40 ഡിഫറൻസ് ഉണ്ട്. അതായത് ജംഷഡ്പൂർ കഴിഞ്ഞാണ് ഞങ്ങൾ വന്നത്. ഫൈനലി നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ടാറ്റയുടെ ഫാമിലിയൊക്കെ ഇവിടെയാണ് എൻ്റെ വിശേഷം. JRD ടാറ്റ അങ്ങനെയുള്ള സംഭവങ്ങൾ. അതായത് നമ്മളിപ്പം യാത്ര ചെയ്യുന്നത് ടാറ്റയുടെ റോഡിൽ കൂടെ കേട്ടോ. ടാറ്റ റോഡ് എന്നാണ് ഗൂഗിൾ മാപ്പിൽ ഈ കാണുന്ന റോഡിനെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഗൈസ് നോക്കി, ഈ കാണുന്നതാണ് ടാറ്റ റോഡ്. ഗൈസ് നോക്കൂ, ഇത് ജാർഖണ്ഡിലെ ഏതൊരു ഫോറസ്റ്റ് ഏരിയ കേട്ടോ. എടാ നിങ്ങൾ ജാർഖണ്ഡിൽ കയറി ഫോറസ്റ്റ് ഏരിയ കൂടെ ഞങ്ങൾ ഏകദേശം 400 കിലോമീറ്ററിന്റെ അത് 200 കിലോമീറ്റർ ഏകദേശം ആനയുള്ള റോഡിൽ കൂടെയാണ് ഞങ്ങൾ ഓടിച്ചത്. ആനയ്ക്ക് പോകാൻ വേണ്ടി താഴെക്കൂടെ റോഡും വണ്ടിക്ക് പോകാൻ വേണ്ടി മേളിൽ കൂടെ. ഞങ്ങൾ ആനേനെ ഒന്നും കണ്ടില്ല. എന്നിട്ടോ നീ എവിടെയെങ്കിലും എന്തെങ്കിലും എഴുതി വെച്ചായിരുന്നു? വാക്കുകൾ കുറച്ചേ പറയുള്ളൂല്ലോ, അങ്ങനെ എഴുതി വെച്ചോലാണ് വന്നേ. അല്ല, എനിക്ക് അറിയില്ലാത്തോണ്ട് ചോദിക്കുക. എന്റെ കൂട്ടുകാരനായതുകൊണ്ട് പറയില്ല, ഇവൻ 2 ദിവസം കഴിയുമ്പോൾ നാറി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഗൈസ് നോക്കൂ, എന്റെ ഉറ്റ സുഹൃത്തും കാരിരുമ്പിന്റെ ബന്ധമുള്ള എന്റെ റസാക്ക് ഇവിടെയുണ്ട്. ഇന്ന് വെളുപ്പിനെ കൃത്യം 4:45 ഒരു ജിയോ പമ്പി വെച്ച് നമ്മുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടു. ആദ്യം ബ്രേക്ക് ഡൗൺ ആയി, എന്നിട്ട് ഞങ്ങൾ തള്ളി, അതായത് ജിയോ പമ്പിന് വണ്ടി തള്ളിയെടുത്ത് 1 കിലോമീറ്റർ പോയി കാണണ്ട. 1 കിലോമീറ്റർ പോയപ്പോൾ വണ്ടി ഓഫായി പോയി. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഒന്നേല് ഡൈനാമോ പോയി. അങ്ങനെ നമുക്ക് മനസ്സിലായി. എന്നിട്ട് ഞങ്ങൾ നാട്ടിലൊക്കെ വിളിച്ചു ചോദിച്ചു. അപ്പം ഇത് ഡൈനാമോയുടെ കേസ് തന്നെ പറഞ്ഞത്. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ഒരു കടയിൽ ചെന്നു. ആ കടയിൽ ചെന്നപ്പം അവിടുന്ന് ഒരു ഓട്ടോ, എന്നിട്ട് ഞങ്ങളതിൽ പിന്നെ ഗൂഗിൾ പേ ആയിരുന്നു. അവിടുന്ന് ഞങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്ത് അവിടുന്ന് 100 രൂപ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് ഓട്ടോ പിടിച്ച് തൊട്ടപ്പുറം പോയി. എന്നിട്ട് അവിടുന്ന് ഞങ്ങളൊരു ഇലക്ട്രീഷ്യനെ കണ്ടു. അപ്പോൾ ആ ഇലക്ട്രീഷ്യൻ പറഞ്ഞ് തൊട്ടപ്പുറത്തോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അപ്പുറത്തോട്ട് പോയി. അങ്ങനെ അവിടുന്ന് ഒരു ഇലക്ട്രീഷ്യനെ കണ്ടു. അങ്ങനെ പുള്ളീനെ ഞങ്ങൾ ഒരു വിധത്തിൽ കൂട്ടിക്കൊണ്ട് വന്നു. വണ്ടിയുടെ വണ്ടിയുടെ അടിയിൽ കയറി കഴിഞ്ഞപ്പോൾ ഡൈനാമോയുടെ അടിയിൽ ആ മെയിൻ ടെർമിനൽ വയർ ബേൺ ആയിപ്പോയത്, അതായത് ഉരുകിപ്പോയതായിരുന്നു. അവസാനം അതെല്ലാം ശരിയാക്കി ഏതാണ്ട് 1200 രൂപ എടുത്ത് നമ്മളെല്ലാം ശരിയാക്കി ഞങ്ങൾ നേരെ യാത്ര തിരിക്കുകയാണ്. ഏതാണ്ട് 300 സംതിങ് കിലോമീറ്റർ ഉള്ളൂ ഇനി പാട്നയ്ക്ക്. ഗൈസ് നോക്കൂ, അതായത് പാട്നയിൽ നമ്മുടെ കാർനെറ്റ് മേടിച്ചിട്ട് നമ്മൾ നേരെ കാഠ്മണ്ഡുവിലേക്കാണ് പോകുന്നത്. പ്രസംഗിക്കാനുള്ള അവസരം കിട്ടി. പാട്നയിൽ പോയിട്ട് വേണം നമ്മുടെ കാർനെറ്റ് മേടിക്കാൻ. കാർനെറ്റ് മേടിച്ചിട്ട് നേരെ പോയി നേപ്പാൾ കയറണം. നേപ്പാൾ കയറിയിട്ട് പോയിട്ട് നമുക്ക് ചൈനയുടെ എംബസി പോകണം. ചൈനയുടെ എംബസി അല്ലോ, ഗ്രൂപ്പ് വിസയുടെ ആ സ്ഥലത്തോട്ടല്ലേ പോകുന്നത്. അത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ഓ ശരി ശരി. ഗൈസ് നോക്കൂ, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? എന്നാ പോവാം. ആരെടുക്കുന്നേ? കേട്ടോ, ഈ വീഡിയോ എടുക്കുമ്പോൾ 5 മിനിറ്റ് ഉള്ളു കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്യാമറ ലൈവ് അല്ലേ? 5 മിനിറ്റ് ഉള്ളു കേട്ടോ. അത് കഴിയുമ്പോൾ പുള്ളി പിന്നെ റെസ്റ്റാ. സെബിനാണ് ഇന്നലെ രാത്രി മുതൽ വെളുപ്പിനെ 5 ആ ഒരു സമയം വരെ എടുത്തു കേട്ടോ. അപ്രോക്സിമേറ്റ് 300 കിലോമീറ്റർ ഓടിക്കാൻ പറ്റുമോടാ? 300 400 എത്ര ഓടിച്ചടാ സെബിനെ? 300 ബ്രേക്ക് ഡൗൺ ആയി. 300 ബ്രേക്ക് ഡൗൺ ആയി പോയി. ഇതുവരെ DHL നമുക്ക് കൊറിയർ പിന്നെ ഡെലിവർ ആയിട്ടില്ല. മനസ്സിലായില്ലേ? വേറെ കാര്യമാണ്, പ്രായമുള്ളടത്ത് യാത്ര ചെയ്യരുത്. കഥകൾ വരുന്നില്ല. ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ആരുടെ കഥകൾ വരുന്നില്ല. പകുതിക്ക് ഒന്ന് നിൽക്കുക. എന്നെ ഈ നോക്കുന്നേ വിഷയം മാറ്റി. നോക്കൂ, ഫൈനലി ഞങ്ങൾ പോവാണ്. ഞങ്ങളുടെ മാർക്കറ്റ് ഇടിക്കാൻ വേണ്ടി ഇവരങ്ങനെ പല കാര്യങ്ങളും പറയും. നിങ്ങളതൊന്നും വിശ്വസിക്കരുത് അല്ലേ? ഗൈസ് നോക്കൂ, ഇനി ഞാൻ വ്യക്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മളിനിയിപ്പം കാഠ്മണ്ഡുവിൽ ഇതുവരെ DHL നമ്മുടെ കൊറിയർ വരുന്നത്. ആ കൊറിയർ സാധനം അതായത് കാറിന് ഡെലിവർ ആയിട്ടില്ല. നാളെയാണ് അവർ എക്സാക്ട് ഡേറ്റ് പറഞ്ഞേക്കുന്നത്, 15. നാളെ എന്തായാലും കിട്ടും. അപ്പൊ ഇനി 10 മണിക്കെങ്കിലും കിട്ടണ്ടാവും നാളെ രാവിലെ. അങ്ങനെയെങ്കിൽ അത് വാങ്ങിച്ചിട്ട് വേണം പോകാൻ വേണ്ടി. ചിലപ്പോൾ ഞങ്ങളൊന്ന് വണ്ടി ഒന്ന് സർവീസിന് കയറ്റും. അതായത് ഇനിയിപ്പം സർവീസും കാര്യങ്ങളൊന്നും കിട്ടൂല ഫോഴ്സിന്റെ. അവിടെ കാഠ്മണ്ഡു വണ്ടി ഉണ്ടല്ലോ. കാഠ്മണ്ഡു ഉണ്ടോ? പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. അതായത് ഇതിന്റെ ഈ കാണുന്ന ഗിയറിന്റെ ഒരു സാധനമുണ്ട്, അതൊരെണ്ണം ഒരു എക്സ്ട്രാ വാങ്ങിക്കണം. പ്രിൻസേട്ടൻ തന്നോ ഇല്ല എന്നുള്ളത് പ്രിൻസേട്ടനെ വിളിച്ചിരിക്കണം. പാർട്സൊക്കെ ഇതിന്റെ തിരിപ്പുണ്ട്. പിന്നെ അതേപോലെ കേട്ടോ, ഇയാളിടുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ആ സാധനം അത് മേടിച്ചിടണം. ആ സാധനം നമുക്ക് വാങ്ങിക്കാണ്ട്. പിന്നെ അതുകൂടാതെ വണ്ടി ഒന്ന് പിന്നെ സർവീസ് ചെയ്യണം കേട്ടോ. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഫൈനലി നമ്മളിപ്പം ഈ ജാർഖണ്ഡിന്റെ ഈ ഒരു ഭാഗത്തൂടെയാണ് പോണത്. ഗൈസ് നോക്കൂ, നല്ല രീതിയിലുള്ള ക്ലൗഡി ആയ കാലാവസ്ഥയാണ്. അതായത് മൂടല് രാവിലെയൊക്കെ അത്യാവശ്യം നല്ല ചൂടായിരുന്നു. ഏതാണ്ടുണ്ടല്ലോ
ഒരു 5:45 ആയപ്പോഴത്തേക്ക് ഇത് വന്നില്ലടാ. ഇവനെ ഞാൻ ഉറങ്ങിപ്പോയി. നിന്നോടല്ലേ ചോദിക്കാൻ, ഞാൻ ഇവനോട് ചോദിക്കുന്നത് 5:45 വെയിൽ വന്നില്ലടാ. 5:45 വെയിൽ വന്നു. ഏതാണ്ട് ഒരു 6-6 ചൂട് തുടങ്ങി. ഇവരൊക്കെ ചൂടില് പൊള്ളിയാട്ടോ ഇതിനകത്ത് കിടന്ന്. നോക്കൂ. എന്തായാലും ഫൈനലി ഞങ്ങൾ വണ്ടി ഓടിക്കാണ്. അപ്രോക്സിമേറ്റ് ഇതാട്ടോ ലൊക്കേഷൻ. 361 കിലോമീറ്റർ 7 മണിക്കൂർ. അതായത് രാത്രിയൊക്കെ ആവട്ടെ എത്തുമ്പോൾ ഏതാണ്ട് ഒരു അപ്രോക്സിമേറ്റ് ഒരു 9:45 ഒരു 11 മണിയൊക്കെ ആവും. അവിടുന്ന് നമുക്ക് സഞ്ചരിക്കാനുണ്ടോ? അവിടുന്ന് അത്യാവശ്യം നമുക്ക് സഞ്ചരിക്കാം. ഒരു കോളേജിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഈ കാണുന്ന ഈ മെഷീൻ ഉണ്ടല്ലോ, ഫുൾ ഇംഗ്ലീഷ് ആയിരുന്നു കേട്ടോ. ഒന്ന് റീസ്റ്റാർട്ട് ആയതാണ്, മൊത്തം റീസ്റ്റാർട്ട് ആയി വണ്ടിക്കാൻ സംഭവങ്ങൾ. അപ്പോൾ ഇത് ഫുള്ള് ചൈനീസ് ലെറ്റർ ആയിട്ടോ. ഇനി എന്തായാലും എല്ലാം കൂടെ സെറ്റപ്പ് ചെയ്യണ്ട, കാരണം ആ ക്യാമറ വർക്കാകുന്നില്ല. അപ്പോൾ അതൊക്കെ ഇനി സെറ്റപ്പ് ചെയ്യണം. ഇവിടെ ചാർജിങ് സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 2 പോയിന്റിൽ നമുക്ക് ചാർജ് എടുക്കാൻ പറ്റും. അതായത് ഇതിന്റെ അടിയിൽ ഒരു UPS ഉണ്ട്, ഇവിടുന്ന് എടുക്കാൻ വേണ്ടി പറ്റും. നമുക്ക് 2 ഇടം മസ്റ്റാ. ഈ റോഡ് കിട്ടുന്ന റോഡ് ഒരു ആഴ്ചയുടെ നമ്മളുണ്ടല്ലോ ഈ ഒരു റൂട്ട് തിരഞ്ഞെടുക്കാനുള്ള ഒരു മെയിൻ കാരണം നമ്മളുണ്ടല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് തെലങ്കാന വഴി മഹാരാഷ്ട്ര മധ്യപ്രദേശ് വഴി UPക്ക് കയറി അങ്ങ് പോയാൽ മതിയായിരുന്നു. ആ റൂട്ടിൽ പോയി കഴിഞ്ഞാണല്ലോ പിരിവ് ഭയങ്കരമായിരിക്കും കേട്ടോ. ഈ റൂട്ടാകുമ്പോൾ അത്ര വലിയ കുഴപ്പം ഇതുവരെ കണ്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യവും അതിനകത്ത് മുന്നത്തെ പ്രാവശ്യമൊക്കെ ഈ കാണുന്ന ജാർഖണ്ഡ് വഴി അല്ലെങ്കിൽ ഈ റൂട്ടിൽ കൂടെ പോകുന്നത് വലിയ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടില്ല. ഇന്ന് ഒരാൾ ചാടിയായിരുന്നു, പക്ഷെ വണ്ടി അത് ചാടിയിട്ട് പെട്ടെന്ന് തന്നെ അയാൾ തിരിച്ചു കയറി. വലിയ കുഴപ്പം ഇതുവരെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ അതാണ് ഈ റൂട്ടിൽ കൂടെ ഞങ്ങൾ പോകുന്നത്. ഇനിയും ഞങ്ങൾ മെയിനായിട്ട് ഈ റൂട്ടിലൊക്കെ കുറേ സഞ്ചരിച്ചുകൊണ്ട് നേപ്പാൾ കഴിഞ്ഞ് ഇതെന്നാ കെട്ടി വലിച്ചോണ്ട് പോകുന്നു, ഓട്ടോ ഡിസൈറിനെ കെട്ടി വലിച്ചോണ്ട് പോകുന്നു. കലക്കി, അത് കലക്കി അല്ലേ? ഗൈസ് നോക്കൂ. അപ്പം നേപ്പാൾ കഴിഞ്ഞാണ് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. ഞങ്ങൾ ഇച്ചിരി നേരത്തെ ഓടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നേപ്പാളിൽ ഒരു 5-6 ദിവസം കിട്ടും. അപ്പോൾ നമുക്ക് നേപ്പാളിൽ ഞാനും ലിബിനും റസാക്കിയും സെബിനും കൂടെ ഞാൻ കയ്യിലിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടക്കാമല്ലോ. പിന്നെ നമ്മളങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ചൈനയിൽ നിന്ന് നമ്മുടെ കൺട്രോളിലല്ല, ഏജന്റ് പറയുന്ന രീതിയിലാണ്. 2 പേരും ഇവിടെ റെസ്റ്റ് ചെയ്യാം കേട്ടോ. നീ എത്ര മണിക്ക് എണീറ്റ് പോയി? 4:30 എണീറ്റ് പോയിടോ. താൻ 4:30 വന്ന് കയറിയേ. താൻ വന്ന് ഈ സീറ്റ് ഇരുന്നും ഐശ്വര്യത്തിന്റെ അങ്ങേ എത്തിയായിരുന്നു. 5-6 മണിക്കൂർ അങ്ങ് പോയി കിട്ടി അല്ലേ? ആണോ? ഓ ഗൈസ് നോക്കൂ, ഫൈനലി ഏകവചനം വേണ്ട, ബഹുവചനം എല്ലാം കൂടെ കൊടുക്കാൻ വേണ്ടി. അല്ല എടാ, നീ 5:30 കയറിയില്ലേ? ആ സമയത്ത് ഞാനിവിടെ കിടക്കുക. കുറെ നേരം കീ നിൽക്കും. പിന്നെ എബി എന്നുള്ളത് നോക്കൂ. എനിക്ക് അപ്പഴേ മനസ്സിലായിട്ടോ കാര്യങ്ങൾ ഏകദേശം തീരുമാനമായിരുന്നു. ഞാൻ എന്നിട്ട് ഇതിന്റെ ബാക്കിലൊരു നീലമാറ്റം ഉണ്ടായിരുന്നു. ആ നീലമാറ്റം എടുത്ത് അടിയെ കൊണ്ടുപോയിട്ട് ഞാൻ കുറച്ചേരം അതിനകത്ത് കിടന്നുറങ്ങി. അപ്പൊ എന്നെ പിടിച്ചേട്ടാ. പിന്നെ കസാര അല്ല ഞാനുള്ള ദിവസമാക്കാം. ഞാനും സെവനും ബെൽറ്റ് പൊട്ടിയെന്ന് നോക്കി, പക്ഷെ ഈ ഒരു സംഭവം നോക്കില്ലായിരുന്നു കേട്ടോ. പക്ഷെ വേറെ സംഭവം നമുക്ക് തന്നെ ചെയ്യാവുന്ന കേസുണ്ടായിരുന്നു. ജമ്പറിന്റെ പീസ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ആ സമയത്ത് നമ്മൾ കയറി ഇട്ട് കഴിഞ്ഞാൽ പണി പാളോട്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഉണ്ടല്ലോ നോർത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വോൾവോയുടെ ഈ സാധനം ഭയങ്കര കൂടുതലാണ് കേട്ടോ. നമ്മളുണ്ടല്ലോ ഈ കാണുന്ന റൂട്ടിൽ കൂടെ പോകാൻ നേരത്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഗ്രാമങ്ങൾ കാണാം. അതായത് മണ്ണുകൊണ്ടുള്ള വീടും അങ്ങനെയുള്ള സംഭവങ്ങൾ. പിന്നെ അതേപോലെ സ്കൂളുകൾ, പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ ചെറിയ ബിൽഡിങ് കേട്ടോ. ഈ ഭാഗങ്ങളൊക്കെ അത്രേ ഉള്ളൂ. പക്ഷേ ജംഗ്ഷഡ്പൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അത്യാവശ്യം ടൗണുകളും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ബീഹാറിൻ്റെ പാട്ന ജില്ല ടൗൺ ഏരിയ ആണ്. എനിക്ക് തോന്നുന്ന ഒരു 100-250 കിലോമീറ്റർ കഴിയുമ്പോൾ 100-200 തോന്നുന്നു. 200 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബീഹാർ ബോർഡർ കിട്ടി തുടങ്ങും കേട്ടോ. ഈ ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മധ്യപ്രദേശിൽ ഞങ്ങളൊക്കെ നാഗ്പൂർ വഴി പോകാൻ നേരത്ത് നാഗ്പൂർ വഴി മധ്യപ്രദേശ് കയറുന്നൊരു ഫോറസ്റ്റിനുള്ളിൽ കൂടെ പോകുന്നത് ഫുള്ള് ഹൈ, പിന്നെ ഇത് ഫ്ലൈ ഓവറും പിന്നെ ഫുള്ള് കെട്ടിമറിച്ച സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സെറ്റപ്പാട്ടോ, ഒരു തരിശ് പോലത്തെ ഒരു സെറ്റപ്പാണ് കാണുന്നത്. ഇവിടുത്തെ ഗ്രാമങ്ങളൊക്കെ ഈ ചുടുകട്ട കൊണ്ടുള്ള സെറ്റപ്പാട്ടോ. ഇതുണ്ടോ, ഇതേപോലുള്ള സംവിധാനങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പോകുന്ന വഴിക്ക് കാണുന്നുണ്ടോ. ഫുഡ് ഞങ്ങൾ കയറി കഴിച്ചിട്ട് വലിയ സുഖം തോന്നിയില്ല കേട്ടോ. ഇത് ഗൈസ് നോക്കൂ, ഈ കാണുന്നുണ്ടല്ലോ ആൾക്കാർ ടൂർ പോകുന്നുണ്ട് ഇവിടെയുള്ളവര്. എന്നിട്ടുണ്ടല്ലോ ഇവർ ഭക്ഷണം വെച്ച് കഴിക്കുന്നൊക്കെ സെറ്റപ്പാട്ടോ കാണുന്നത്. റസാക്ക കീച്ചോട് കീച്ചാട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നേരത്തെ എത്തിക്കഴിഞ്ഞാൽ കാഠ്മണ്ഡു കുറച്ച് ദിവസം നേരത്തെ കിട്ടും, അതാണ് ഉദ്ദേശം. പിന്നെ അത് മാത്രമല്ല ഞങ്ങൾ ഇന്ന് ഇതേപോലത്തെ നമുക്ക് കിട്ടിയ പോലത്തെ പണി ഇനിയും കിട്ടിക്കഴിഞ്ഞാൽ ടൈമൊക്കെ ഭയങ്കര ഡിലേ ആവും കേട്ടോ. അതുകൊണ്ട് വെച്ച് കീച്ചേക്കാം. നാളെ ലിവിനെ പാടിനെ കാണിക്കുമല്ലോടാ.
ഓടിച്ചേക്കാം, സർവീസ് ചെയ്തിട്ട് പോവാ അല്ലേ? ഒന്ന് ജനറൽ ചെക്കപ്പ് ഒന്ന് ചെയ്തിട്ട് പോവാ അല്ലേ? ഒന്നും ചെയ്തില്ലാലും കുഴപ്പമില്ല. പിന്നെ ഗീറിന്റെ സാധനം കൂടെ മേടിച്ചേക്കാം, അതും മേടിക്കാം. പിന്നെ വേറെ എന്താ നമുക്ക് AC-യുടെ ആ പുള്ളിയുടെ സംഭവം മറ്റേ ഇതില്ലേ കംപ്രസർ, അതും കൂടെ നോക്കിയാൽ ലൂസായി ടൈറ്റ് ആക്കാനല്ലേ. സെബിന് നീ ഒഴിച്ചിട്ട് എന്തെങ്കിലും തോന്നിയാടാ? വൈപ്പറിന്റെ വെള്ളം ഇത് നമുക്ക് ഒഴിക്കാന്നുള്ള രസാക്കാം. വൈപ്പർ ടാങ്കിന്റെ കേസല്ലേ പറയുന്നത്? അത് നമുക്ക് ചെയ്യാവുന്ന കേസുള്ളൂ. വേറെ കാര്യമുണ്ട്, വണ്ടി ഇച്ചിരി ലൈറ്റിൽ മിന്നി കത്തുന്നുണ്ട്, അതൊന്ന് സെൻസർ ഒന്ന് ഇതാക്കട്ടെ. ഇവിടെ 2 ലൈറ്റ് കേട്ടോ, ഇവിടെ 2 ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പൊ അത് നാളെ നോക്കട്ടെ കേട്ടോ. സർവീസ് ആയിട്ട് പോയേക്കാം. ഇനി 6 മാസം കഴിഞ്ഞ് ABS ഒരു എഞ്ചിൻ ലൈറ്റ് കത്ത് കിടപ്പില്ലേ? വാണിങ് അവിടെ ഉണ്ടോ? 2 വരി റോഡേ ഉള്ളെങ്കിലും ഉണ്ടല്ലോ, ടോളിന് ഒരു രീതിയിലുള്ള കുറവുമില്ല കേട്ടോ. എല്ലാ സ്ഥലങ്ങളിലും ടോളുണ്ട്. ടോള് തീർന്നുമില്ല നോക്കിയില്ല റസാക്ക. പണ്ട് ബാലരമയിലും മനോരമ പത്രത്തിലും മറ്റേ പൂ ഇങ്ങനെ വരച്ച് പുറത്തിടാൻ പറയുന്നല്ലേ ഇപ്പൊ റോഡ് അല്ലേ? ഇതാട്ടോ, ഇതാണ് ഇത് റൈറ്റ്. ഇത് ഇങ്ങനെ റോഡാ? ഓ, ഇത് ഏതോ നാഷണൽ ഹൈവേ ആടോ. ഭയങ്കര ഡൈവേഷൻ കേട്ടോ. ഇപ്പൊ റോഡ് വലിയ കുഴപ്പമില്ല കേട്ടോ, മെച്ചപ്പെട്ട റോഡുകൾ കിട്ടി. ഇവിടെ എല്ലാം ചുടുകട്ട കേട്ടോ റസാക്ക. ഇവിടുത്തെ കൺസ്ട്രക്ഷൻ രീതി ഉണ്ടോ? ഫുള്ള് ചുടുകട്ട കേട്ടോ, ചുടുകട്ട തേപ്പ്. ഇവിടെ പണ്ട് ഞങ്ങൾ വീഡിയോ പറഞ്ഞ് നിങ്ങൾ ഓർക്കണമെന്ന് എനിക്കറിയില്ല. തേച്ച വീടിന് ഒരു ടാക്സ്, തേക്കാത്ത വീടിന് വേറെ ടാക്സ് അല്ലേ ലിബിനെ? അങ്ങനെ ഇപ്പൊ അത് മാറി തോന്നുന്നു, എല്ലാ വീടും തേക്കുന്നുണ്ട് ഇതിനെ. തേക്കാത്ത വീടിന് ടാക്സേ ഇല്ല, ചെറിയ ടാക്സ് ഉണ്ട്. അത് കാരണമാണ് ഇവിടെയുള്ള വീട്ടിലുള്ളതൊന്നും തേക്കാത്തത്. അങ്ങനെ എന്തൊരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ വേറൊരു കാര്യമുണ്ട്, 100 കേട്ടോ നമ്മുടെ സ്പീഡ്. ഇതാ നമുക്ക് മാക്സിമം 100 വരെ കൊടുക്ക് സുലൈമാൻ. നോക്കൂ സുലൈമാൻ കൊടുക്കൂ. ഇവിടെ ഉണ്ടല്ലോ എല്ലാം ഇവിടെ റിയൽ എസ്റ്റേറ്റ് ഭയങ്കര സെറ്റപ്പാന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാ സ്ഥലങ്ങളും പ്ലോട്ട് ചെയ്തിട്ടുണ്ട് റസാക്ക. കൺസ്ട്രക്ഷനായിട്ട് വേറെ രീതിയിലുള്ള സെറ്റപ്പ് ഇതുണ്ടോ? ഇവിടെ എല്ലാം അത് കേട്ടോ. ഇതുണ്ടോ പ്ലോട്ട് ചെയ്തിട്ടാക്കുന്ന ഓരോ സ്ഥലങ്ങള് മതിലെട്ടി പ്ലോട്ട് ചെയ്തിട്ടാക്കോട്ടെ. എനിക്ക് തോന്നുന്നത് ഹൈവേ വന്നപ്പോ മാർക്കറ്റ് കൂടി തോന്നുന്നു. ഇത് പുതിയ റോഡാന്ന് തോന്നുന്നല്ലേ? ഇത് ഏതാ? ഇത് ടാറ്റ റോഡല്ലല്ലോ, ഇത് റാഞ്ചി റിംഗ് റോഡ്. റാഞ്ചി തന്നെയല്ലേ? റാഞ്ചി റിംഗ് റോഡിൽ കൂടെയാണ് ഇപ്പൊ നമ്മൾ സഞ്ചരിക്കുന്നത്. ആ ഒരു റോഡാണ്. ഇത്ര നേരം നമ്മൾ ടാറ്റ റോഡിൽ കൂടെയാണ് സഞ്ചരിച്ചത്. എന്റെ പൊന്നെ, ഒരു പവർ പ്ലാന്റ് നോക്കിയേ, ഗംഭീര പവർ പ്ലാന്റ് കേട്ടോ. ഇത് പ്രൈവറ്റ് സെക്ടർ ആണോ ഗവൺമെന്റ് സെക്ടർ ആണോ അറിയത്തില്ല. കാരണം ഇങ്ങോട്ടൊക്കെ പ്രൈവറ്റ് സെക്ടർ ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇവിടെ ടാറ്റയ്ക്കും അദാനിക്കും ഇഷ്ടം പോലെ ഇലക്ട്രിക് ഉണ്ടാക്കുന്ന പവർ പ്ലാന്റുകൾ പ്രൈവറ്റ് ഉണ്ട്. കാണുന്ന റൂട്ടിൽ കൂടെ ഉണ്ടല്ലോ നമ്മൾ സഞ്ചരിക്കുന്ന ഏറ്റവും കൂടുതൽ ഈ ഒരു സെറ്റപ്പ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അതൊക്കെ എനിക്ക് തോന്നുന്നത് ഇതാന്ന് തോന്നുന്നല്ലേ? തേക്കാണോ റസാക്ക? ആ കാണുന്നൊക്കെ തേക്ക് പോലത്തെ സെറ്റപ്പാന്ന് തോന്നുന്നത്. ഇതന്നെ ഇത്രയും വലിയ ബിൽഡിങ് ഇവിടെ ഗവൺമെന്റിന്റെ എന്താ സെറ്റപ്പാ? ഇതെന്നാ ഇതെന്താടാ? ഇതെന്നാ സ്കൂളാണോ? നമ്മളെ റാഞ്ചിയുടെ ആ ഒരു ഔട്ടറിൽ കൂടെ ആട്ടോ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ജാർഖണ്ഡ് ഏതാനും നിമിഷങ്ങളിൽ തീരും. പിന്നെ നേരെ നമ്മൾ ബീഹാർ പാട്നയാണ്. പാട്നയിൽ നിന്ന് പിന്നെ നേരെ ഈ കാണുന്ന ഈ ഒരു കറുത്ത ലൈൻ കണ്ടു, ഇതാണ് നമ്മുടെ ഇന്ത്യ നേപ്പാൾ അതിർത്തി കേട്ടോ. ഇവിടെ നമ്മൾ നേരെ കയറുന്നത് കാഠ്മണ്ഡു കേട്ടോ. ജാർഖണ്ഡിൽ കൂടെ ഉണ്ടല്ലോ വണ്ടി ഓടിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ പശുവല്ലേ കേട്ടോ. ജാർഖണ്ഡിൽ കൂടെ ഞങ്ങൾ വണ്ടി ഓടിക്കാൻ തുടങ്ങിയ മുതൽ ഈ ഒരു സെയിം കാഴ്ച കേട്ടോ. എൻ്റയർലി ഏത് സ്ഥലത്തോട്ട് നമ്മൾ തിരിച്ചു കഴിഞ്ഞാലും ആ ഒരു സെയിം. എൻ്റെ അമ്മോ, പശു അല്ലേ? ഗൈസ് നോക്കൂ, ഏത് വശത്തോട്ട് നോക്കി കഴിഞ്ഞാൽ സെബിനെ നിങ്ങൾ ഓടിക്കാൻ നേരത്തെ ഇങ്ങനെയല്ലായിരുന്നോടാ? ഗൈസ് നോക്കൂ, ഈ ഒരു സെയിം സെറ്റപ്പ് ആയിട്ട് നമ്മൾ പോകുന്ന റോഡുകളെല്ലാം കിട്ടുന്ന ഈ ഒരു സെയിം ഫീലിംഗ് ആണ്. പക്ഷേ ചെറിയ അല്ലേ വളരെ കൂടുതൽ. ഗൈസ് നോക്കൂ, പിന്നെ അതേപോലെ തന്നെ ഉണ്ടല്ലോ കറണ്ട് ലൈനുകൾ ഭയങ്കരമായിട്ട് അങ്ങോട്ട് കൊണ്ട് വലിച്ചിട്ടുണ്ടോ. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഇപ്പം പൂർത്തിയായ റോഡുകളാണ് കേട്ടോ. കാരണം നേരത്തെ ഒക്കെ ഇത് ഇങ്ങനത്തെ റോഡ് അല്ലായിരിക്കും കേട്ടോ. കണ്ട് എനിക്ക് അങ്ങനെ തോന്നി. ഇത് കണ്ടോ, ഇതൊക്കെ വില്ലേജുകളാട്ടോ, ചെറിയ വില്ലേജുകളാണ് നമ്മൾ ഈ പോകുന്ന വഴിക്ക് നമുക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റും കേട്ടോ. 1 2 ഒന്നും അല്ല കേട്ടോ. ഇതേപോലെ ഇങ്ങനെ ഇതിപ്പോൾ കുറച്ച് വീടുണ്ട്, പിന്നെ കുറച്ച് ഇടപെട്ട് അങ്ങനെ കേട്ടോ ഇവിടുത്തെ ഒരു സെറ്റപ്പ്. ഇതാണ് പഴയ രീതിയിലുള്ള വീടുകളൊക്കെ ഈ ഒരു ഭാഗത്ത്. ജാർഖണ്ഡിലെ പഴയ രീതിയിലുള്ള വീടുകളൊക്കെ ഇവിടെ കാണാം കേട്ടോ. ഓവർ ആൾക്കാരെ പുറത്ത് കാണാനില്ല കേട്ടോ. ഇതുണ്ടോ ഞാൻ പറഞ്ഞില്ല നേരത്തെ, അത് കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്ത സ്ഥലത്തോട്ട് വന്നപ്പോൾ ഇതുണ്ടോ വ്യത്യാസം കേട്ടോ. ഇതൊക്കെ എനിക്കൊന്ന് കൃഷിഭൂമിയാണ് കേട്ടോ. ഇതിപ്പം എനിക്കൊന്ന് സീസൺ കഴിഞ്ഞ് ഇത് ഒഴിച്ചിട്ടാക്കുന്നതെന്ന് തോന്നുന്നു. അടുത്ത ഗ്രാമങ്ങളാട്ടോ. ഓരോ ഗ്രാമം കഴിയുമ്പോൾ ഇതേപോലെ ഓരോ ഗ്രാമങ്ങൾ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. എനിക്ക് ഗംഭീര ലുക്കാട്ടോ. ഓരോ ഗ്രാമങ്ങൾക്കും ഓരോ രീതിയിലുള്ള സൗന്ദര്യങ്ങളാട്ടോ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതൊരു വലിയ അത്ഭുതകരമായ കാര്യമാട്ടോ. അതും ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈവിധ്യങ്ങളുടെ കലവറയാണ്. ആ കലവറയിലെ ഒരു കൊച്ചു കാഴ്ചയാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ കണ്ടിരിക്കുന്നത് കേട്ടോ. ഗൈസ്, ഇത്രയും കാര്യങ്ങൾ ഞാനിവിടെ നിന്ന് സഞ്ചരിക്കുമ്പോൾ എൻ്റെ കൂടുതലുള്ള എൻ്റെ പാർട്ട്നേഴ്സ്
കേട്ടോ. ഇല്ല, ഞാൻ എടാ നിങ്ങൾ രണ്ടും കൂടെ എന്നെ കാണുവാടാ. എടാ നിങ്ങൾ എന്നെ കാണുവാടാ. കുടുംബം ഗൈസ് അവര് കുടുംബ ചിത്രം കാണുമെന്ന് കേട്ടോ പറഞ്ഞത്. ദൈവത്തിനറിയാം എന്തൊക്കെയാണ് കുടുംബ ചിത്രം. ഈ നാറിനെ കൂട്ടിയപ്പോഴും എനിക്കറിയാം ഇവര് മൊത്തം പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇപ്പം ഇവനൊരു വേറെ കാര്യമുണ്ട്, ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എല്ലാ വീടിനും ഇവിടെ ലൈനുണ്ട്. കറണ്ട് ലൈനല്ലേ? നീ ഉറങ്ങുന്നില്ലടാ എന്നാ? ഇയാൾ ഈ കൊലച്ചവിട്ട് കാരണം ഇരിക്കാൻ പറ്റുന്നില്ലേ? തെറിച്ചു പോവാ. എല്ലാം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. കാരണം ഇവിടെ വണ്ടികളുണ്ടെന്നേ. ഇവിടെ റോഡ് സൈഡിൽ ഇവരിങ്ങനെ വണ്ടി നിർത്തി വിടും. ഇവിടെ ക്യാപ്പില്ല റസാക്ക. ഈ ക്യാപ്പിൽ കൂടെ കയറ്റിക്കോ. കയറ്റാറിയത്തില്ലേ? ഓക്കെ ഇതിലേ കയറ്റിക്കോ കേട്ടോ. ഈ കാണുന്ന ക്യാപ്പിൽ കൂടെ കയറ്റിക്കോ. ഫൈനലി അപ്പൊ അവരുടെ കൈ കിട്ടിയല്ലേ? ഇന്ന് ഡേറ്റ് 14 അല്ലേ? 14-നെത്തി. ഇന്ന് 14 ഇന്ന് 14 സെവിനെ. ഓ ഗൈസ് നോക്കൂ. അപ്പൊ ഇന്ന് 14. ഓക്കെ അപ്പൊ ഞാനവിടെ പാടിന് എത്തുന്നതിന് മുമ്പ് വിളിക്കാടി കേട്ടോ. ശരി. അതായത് കാർനെറ്റ് നമ്മള് പറഞ്ഞ സ്ഥലത്ത് എത്തി കേട്ടോ. ഒരു ദിവസം മുന്നേ സാധാരണ DHL കിട്ടാറുള്ളതാണ്. അപ്പൊ ആ ഒരു ടെൻഷൻ നമുക്ക് മാറി കിട്ടി. ഇന്ന് പോയി മേടിക്കുന്നോ? അത് വളരെ സന്തോഷപരമായ ഒരു സന്തോഷ വാർത്തയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കഴിയുമ്പോൾ ഒന്ന്. ഇതില്ലടോ, തുറന്നിട്ടില്ല കേട്ടോ. എല്ലാം ഒരു ലൈനിൽ കൂടിയല്ലേ വരുന്നത്. എന്താണ് ഇങ്ങനെ വരുന്നത്? എനിക്കൊന്ന് ഈ 2 ലൈനെ തുറന്നിട്ടുള്ളതാണ്. അത് സംഭവം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൈനിൽ കൂടെ നിങ്ങളും പോകും. അവൻ അതിലേ വരുന്നത്. നിങ്ങൾ ഇപ്പുറത്തോട് പോകണം. ബൈക്ക് വരുന്ന വഴിയെ പോകും. താല്പര്യമില്ല ആ ലൈൻ? താല്പര്യമില്ല ഈ ലൈന് താല്പര്യം. കണ്ടോ എല്ലാ വണ്ടിയും ഇപ്പോൾ ആ ലൈനിൽ കൂടെ വരുന്നത്. ഈ ടോൾ തുറന്നിട്ടില്ല കേട്ടോ. ഇന്ത്യയിൽ നമുക്ക് വളരെ അപൂർവമായിട്ട് കാണാൻ പറ്റിയ ഒരു സാധ്യതയുള്ള ഹൈവേകളിൽ കാണുന്ന ഒരു കാഴ്ച കേട്ടോ ഇത്. കാരണം ചില ടോളുകളൊക്കെ ഇങ്ങനെ യാദൃശ്യമായിട്ടൊക്കെ പ്രവർത്തിക്കാതെ കാണത്തുള്ളൂ. നമ്മുടെ വണ്ടി ഇനി ഇതിൽ ഓടി വരുന്നില്ല കേട്ടോ. നമ്മുടെ വാഹനം ഇനി ഇതിൽ ഓടി വരില്ല. ഇത് ചക്ക കൊണ്ടുവന്നുണ്ട്. ചക്ക ഈ വണ്ടി ഫുള്ള് ചക്കയാട്ടോ. എനിക്ക് തോന്നുന്നു ചക്ക UP എങ്ങാനും പോകുന്നതെന്ന് തോന്നുന്നുണ്ടോ? UP വണ്ടി അത്. ഞങ്ങൾ ചിലപ്പോൾ അവിടുന്ന് അമേരിക്കയ്ക്കായിരിക്കും കേട്ടോ വണ്ടി ചിലപ്പോൾ കൊണ്ടുപോകാം. എത്ര നേരം ഞങ്ങൾ സഞ്ചരിച്ചതിന് ശേഷം എന്നറിയാം ഞങ്ങൾക്ക് ഒരു ചെറിയ ടൗൺ കിട്ടിയ. ഇവിടുന്ന് പിന്നെ റിങ് കേട്ടോ അല്ലേ? റസാക്കയുടെ ഭാഗത്തോട്ടോ. എത്ര നേരം സഞ്ചരിച്ചതിന് ശേഷം എന്നറിയാം ഒരു ചെറിയ ടൗണെങ്കിലും കിട്ടി. ഇവിടെ ഹോട്ടലൊക്കെ ഈ റൂട്ടിൽ വളരെ കുറവാട്ടോ. ഞങ്ങൾ വന്നപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് തോന്നി. ഇവിടെ ടയോട്ടയുടെ ഷോറൂം ഉണ്ട് കേട്ടോ. കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എത്ര 300 ടോൾ റോഡ്. ഇത് ടോൾ റോഡാ പോകുന്നത്. ഇപ്പം നമ്മളൊരു ടൗണിൽ കൂടിയാണല്ലോ സഞ്ചരിപ്പിക്കുന്നത് അല്ലേ? ഇപ്പം ടൗണിൽ കൂടെ കേട്ടോ. ജാർഖണ്ഡ് ഒരു ടൗൺ ഭാഗത്തൂടെയാണ് ഞങ്ങളെ സഞ്ചരിപ്പിക്കുന്നത്. ഇവരുണ്ടല്ലോ നമ്മുടെ വണ്ടി നാളെ സർവീസ് ചെയ്യാൻ വേണ്ടി ഫോഴ്സിന്റെ സർവീസ് സെന്റർ സപ്പോർട്ട് 2 ഉണ്ട്. അതിലേതിലൊന്ന് സെറ്റ് ഉണ്ട്. മഴ സെബി, മഴ ലിബിന, മഴ കണ്ടില്ലേ? അതിന് വെള്ളം ഒഴിച്ചാണോ മിൽ വാട്ടറിൽ? 2:30 ആയതുള്ളൂ കേട്ടോ ഇവിടെ സമയം. ഇപ്പം 2:30 കഴിച്ച് നോക്കൂ. അതായത് സത്യം പറഞ്ഞാൽ നമ്മൾ ഇതിന് നേരത്തെ എപ്പോഴോ എത്തണ്ടെന്നറിയാമോ? കാരണം ഒരു 1 മണി 1:30 വരെ ഞങ്ങളുടെ സമയം മൊത്തം പോയിട്ടോ ബെൽറ്റ് പൊട്ടിയതിന്റെ ഭാഗമായിട്ട്. ഇവിടെ തേങ്ങ ഇഷ്ടം പോലെ വിൽക്കുന്നുണ്ട് കേട്ടോ. ഈ ഗംഭീര സെയിലുള്ളൊരു സാധനം തേങ്ങ അല്ലേ? തേങ്ങ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എനിക്ക് 5-10 രൂപ ഒരു പൂളിന്. ഫൈനലി അങ്ങനെ ഉണ്ടല്ലോ ഞങ്ങൾ വന്നു, വണ്ടി നിർത്തി. റസാക്കയ്ക്ക് ചായ കുടിക്കാം, എല്ലാവർക്കും ചായ കുടിക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ഈ കാണുന്നൊരു കടയിൽ നിർത്തുക കേട്ടോ. ഇവിടെ കൊണ്ടുപോയി നിർത്തി കഴിഞ്ഞപ്പോൾ നോക്കിയാ എടാ സെബിനെ ഞാൻ ചെളി പിടിച്ചാക്കുന്ന നോക്കിയേ. ഇതുണ്ടോ വണ്ടി ഒന്ന് കഴുകി വൃത്തിയാക്കണം. ഇത് നോക്കിയാൽ വെള്ളയിലൊക്കെ ചെളി പിടിച്ചാക്കണം നോക്കിയേ. ഇതൊക്കെ ഇനി കഴുകി ഒന്ന് വൃത്തിയാക്കി കുട്ടപ്പനാക്കൂട്ടോ തീർന്നതിന് മുമ്പേ. റസാക്ക ഇവിടെ ചായ കുടിയാ കേട്ടോ. ചെറിയൊരു ചായ, കോയിൻ ചായ. അതിനുണ്ട് കൊള്ളാവോ? സൂപ്പറാ. ഇതെന്ത് കമ്പിയാ റസാക്ക? കമ്പികളെ കുറിച്ച് നിങ്ങൾക്ക് അറിയത്തുള്ളൂ, കാരണം നിങ്ങളാണല്ലോ കമ്പിയായിട്ട് ഏറ്റവും കൂടുതൽ ഇടപെടുന്നത്. കമ്പി കേസ് പറ. ചെറിയൊരു ഉത്തരവ് ചോദിച്ചു. എൻഡിങ് ഉണ്ടോ? പുള്ളിക്കാരനോട് കുറെ നേരം ചോദിച്ചോ യൂട്യൂബിൽ നിന്ന് എത്ര ഇട്ടു. ഞാൻ പിന്നെ പുള്ളിക്ക് ഒരു സന്തോഷമായി 50 ലക്ഷം വെച്ച് കിട്ടുമെന്ന് പറഞ്ഞിട്ടോ. വളരെ സന്തോഷം പുള്ളിക്ക്. അപ്പൊ നാം കേ ഗൈസ് നോക്ക്, പുള്ളി കുറെ നേരം ഞങ്ങൾ വിശേഷങ്ങൾ ചോദിച്ചു. ഞാൻ എല്ലാം ഇച്ചിരി കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കൊരു സന്തോഷം കിട്ടിയായിരിക്കല്ലേടാ. പുള്ളിയുടെ ആ ഒരു സന്തോഷമാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷം അല്ലേ? അല്ലേ റസാക്കെ? आपका संतोष हमारा संतोष. आपका संतोष मेरा सन्तोष. ഗൈസ്
നമ്മളെ നീയല്ലേ ചായ കുടിക്കുന്നില്ല എന്ന് പറഞ്ഞേ? എരുമപ്പാലാ? ആ കുടിച്ചോ? ആണോ? ആ സൂപ്പർ, കലക്കിക്കോ. കവലയിൽ ഞങ്ങളൊരു ചർച്ചാ വിഷയം കേട്ടോ. ഇവരെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാം ഞങ്ങളെ യാത്രയെ കുറിച്ച്. എന്തൊരു സന്തോഷം. ചേട്ടന് മീശയില്ല, കറുത്ത് കരി വെച്ച് വരച്ചു വെച്ചേക്കുക. എന്ത്? ആ ഗൈസ്, ഇവർക്കൊരു സന്തോഷം കിട്ടിയിട്ടോ. ഇതാണ് നമ്മൾ ഓരോ കവലയിൽ ചെല്ലുമ്പോൾ അവരെ സന്തോഷിപ്പിക്കണം. ഇന്ന് രാത്രി ഇവിടെ വരുന്ന എല്ലാവർക്കും ഈ വിരുന്നുകൾ, അതായത് ഈ വിവരങ്ങൾ ഇവർ പാസ് ചെയ്യണം അല്ലേ? കവലകൾ കേന്ദ്രീകരിച്ച് വേണം പ്രൊമോഷൻ ചെയ്യാൻ. അതല്ല കാര്യമുള്ള അല്ലേ? എന്നാലേ കാര്യമുള്ളൂ കേട്ടോ. മുക്കാനിക്കറും കാലും ഇതെന്നാടാ? ഇതെന്നാടാ? ഞാൻ 2 കീച്ച് കീച്ചായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ലിവിങ് കീച്ച് തുടങ്ങി. നമ്മൾ അവരെ സന്തോഷിപ്പിച്ചുകൊണ്ടേയിരിക്കുക, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം കേട്ടോ. അങ്ങോട്ട് 5 രൂപയുടെ മറ്റേ സ്പ്രൈറ്റും കീച്ചും അല്ലേ? 5 രൂപയുടെ സ്പ്രൈറ്റും കീച്ചും കേട്ടോ. കീച്ചോട് കീച്ചും. ഈ ഒരു ഏരിയക്ക് ഞങ്ങൾക്കൊരു ഉന്മേഷം കൊടുക്കാൻ പറ്റും. ഞങ്ങൾ വന്നപ്പോൾ ഇവർക്കൊരു ഉന്മേഷം കിട്ടി. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം അല്ലേ ലിവിനെ? ആ, ഇവിടെ നമ്മളൊരു പ്രചാരമാക്കി കഴിഞ്ഞു. നമുക്ക് 2 വീഡിയോ കാണുന്ന ആൾക്കാരെ നാളെ കിട്ടും. നമ്മൾ കവലകൾ കേന്ദ്രീകരിച്ചാണ് ഞങ്ങളുടെ പ്രൊമോഷൻ. അടുത്തത് നമ്മൾ പാട്നയില. അത് നമ്മൾ പ്രചരിപ്പിക്കുന്നില്ല, പോലീസുകാർ നമ്മളെ കൊണ്ട് പോകും. നമ്മള് ഇത് കൂടെ മേടിച്ചടിച്ചു കേട്ടോ. സൂപ്പർ ആയിരിക്കും, നല്ലതായിരിക്കും. രസാക്കെ നല്ല പറഞ്ഞ രസാക്കിന് ഒരെണ്ണം മേടിച്ചെടുക്കണം കേട്ടോ. വേണ്ട, കറങ്ങിപ്പോ. നിനക്കിതൊക്കെ എങ്ങനെയാ? ഞങ്ങൾക്ക് പോലും അറിയില്ലാത്ത കാര്യങ്ങള്. എടാ നീ ഞങ്ങളുടെ വണ്ടിയൊക്കെ നിന്റെ ചുണ്ടിന് ഒരു പാടില്ലായിരുന്നു. ഇപ്പൊ നിന്റെ ചുണ്ടിന് പാട്. ആ മറ്റേ കശുവണ്ടി. ഒന്നും മിണ്ടൂല. കറങ്ങി കറങ്ങി നടക്കണല്ലോ. അംഗം കേസാട്ടെ ഇവരിത് വിടാനുള്ള താല്പര്യം ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അവര് കറങ്ങി കറങ്ങി നിൽക്കുക. പക്ഷെ ഇവന് നമ്മളോടൊരു ബഹുമാനം ഇല്ലാട്ടെ, കടക്കാരന്. എങ്ങനെയല്ലേ കവലപ്പുണ്ടകൾ പോയാൽ മതി. ചക്കവണ്ടി സൈഡ് കേട്ടോ. നോക്കിയാ ചക്കവണ്ടി സൈഡ് കേട്ടോ. ഞങ്ങളിപ്പോ ഒരു ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല ചുരം കേട്ടോ. ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പം ഒരു ഗംഭീര ചുരമാണല്ലോ. കഴിഞ്ഞിട്ടില്ല അല്ലേ? സ്വതു വന്ന് നമ്മളിപ്പോ ഉണ്ടല്ലോ 2 പാറകളുടെ നടുക്കൂടെ കേട്ടോ യാത്ര ചെയ്യുന്നത്. വേറെ 3 സ്ഥലം കേട്ടോ. വേറൊരു വൈബ് സ്ഥലം കേട്ടോ. അതായത് എങ്ങനെ പറഞ്ഞറിയിക്കാൻ നോക്കി 2 പാറകളാണല്ലോ. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ സഞ്ചരിക്കുന്ന ഫീലിംഗ് കേട്ടോ. ഞങ്ങൾ കുറച്ച് ഫ്രണ്ട് ഒന്നും വണ്ടി നിർത്തി കേട്ടോ. എന്നെ സംബന്ധിച്ച് ഇവിടെ പലതരത്തിലുള്ള കടല ഇതുണ്ടോ, ഓരോ ടൈപ്പ് ചോളം ഇതുകൂടെ കുറേ ഞങ്ങൾ മേടിച്ചു കേട്ടോ. ഇപ്പൊ ഞങ്ങൾ അവസാനം മേടിച്ച കടല ഈ കാണുന്ന കടല അല്ലേ? ഇതെന്താ രസാക്കന്നെ മേടിച്ച? ഇത് അപ്പുറത്തെ കടന്ന് മേടിച്ച കടല കേട്ടോ. വണ്ടി ഇതേ ഇവിടെ ഒതുക്കി പച്ചക്കടല തൂക്കിയിട്ട് ഇതുണ്ടോ ഈ കാണുന്ന പൂടിക്കത്തുണ്ട് കണ്ടോടാ. ഇത് അരി വറക്കുന്നു. ആ അരി വറക്കുന്നുണ്ടല്ലേ സെബിനെ? നീ ഓവർ ഇതാ അരി വറക്കുന്നു. എടാ പൊങ്ങി പൊങ്ങി എടുത്ത് നോക്കിയാ നോക്കുന്നുണ്ടോ? നമുക്ക് എന്ത് വറുത്തു നമ്മളെ നല്ല ഇതായോ? ഇതിനോട് ചട്നി ഉണ്ടോ? എന്തിനാണോ ചട്നി ഒരു മുളകും ആണെന്ന് ഇവിടെ കേട്ടോ. ഞങ്ങൾ വണ്ടി ഒതുക്കിയിട്ടാക്കുന്നത്. ഇനി ഇവിടെ നിന്നൊരു 10 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ പാനിപ്പൂരി കിട്ടും. ഇതൊക്കെ ജാർഖണ്ഡിൻ്റെ ഓരോ ടൗണുകൾ കേട്ടോ. നോർത്ത് ഇന്ത്യൻ ടൗണുകൾ പോലെ തന്നെ. ഞങ്ങൾ ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് ഒന്നും വലിയ പണ്ട് പോലെ യാത്ര കോൺസെൻട്രേഷൻ ചെയ്തിട്ടില്ല. ഗൈസ് വണ്ടി എന്തായാലും ഒന്ന് വൃത്തിക്ക് കഴുകി മെനിയാക്കി എടുക്കണം കേട്ടോ. അല്ലേ? മുടിയൊക്കെ ഒന്ന് വെട്ടണം. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. മുടി വെട്ടണ കേട്ടോ സെബിനെ. ആ ഇവനവിടെ നിന്ന് പോകുന്നെന്ന് അറിഞ്ഞപ്പോളേ മുടി വെട്ടി വന്ന കേട്ടോ. റസാക്കിനല്ലേ മുന്തിരി വേണമെന്ന് പറഞ്ഞേ. കാണുന്ന സാധനം എന്നാന്നറിയാവോ? ഇതെനിക്കും അറിയത്തില്ല. ഞാനൊന്ന് അടുത്ത് പോയി നോക്കട്ടെ. ഇതെന്നാടാ? ആലു അണ്ടായേ ലിട്ടി ലിട്ടി ഇതിന്റെ സാധനം. ഞാൻ എവിടെയൊക്കെയോ പോകുന്ന വഴിക്ക് ഈ മണ്ണ് കുഴച്ച് വെച്ചിട്ടുള്ള അണ്ട കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേക സാധനം ബോളാക്കി തോന്നുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഇതിപ്പോൾ വളരെ കുറവാണ്. ഈ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നവരൊക്കെ ഈ കാണുന്ന വണ്ടി ഉപയോഗിക്കാറുള്ളൂ. ഇത് ഫോഴ്സിൻ്റെ ആണെന്നാണ് എൻ്റെ വിശ്വാസം. ഇതിവിടെ അത്യാവശ്യം കുറേ ലോഡൊക്കെ എടുത്ത് അത്യാവശ്യം സെറ്റപ്പൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്ന സാധനം കേട്ടോ. ഇത് ഫോഴ്സ് അല്ലേ? ആ മലപ്പുറത്തുണ്ട് കേട്ടോ ഈ സാധനം. നോക്കിയാ എന്തോരം ചാക്ക കയറ്റിയാക്കുന്ന നോക്കി അരി ലോഡ് നോക്കിയേ. എൻ്റെ അമ്മേ എടാ 1 ടണ്ണ് കയറിയില്ലടാ. ഒന്നല്ല 1 ടണ്ണൊന്നും അല്ല കേട്ടോ. നോക്കിയാൽ അരി എത്രയാന്ന് നോക്കിയാൽ ചാക്ക സവോള ഉള്ളി. ഇവിടെ വന്നപ്പോൾ ഒരു കടയിൽ സോയാ ചില്ലി പിന്നെ ഗോബി മഞ്ചൂരിയൻ അങ്ങനെയുള്ള അത്യാവശ്യം ചൈനീസ് സെറ്റപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ട്. നീ എന്ത് ജില്ലയാണ് മേടിച്ചാ? ഞാൻ ഒരു പ്ലേറ്റ് ഇത് പറഞ്ഞടാ സോയ. അത് സെറ്റപ്പ് ആയിരിക്കും. നിങ്ങൾ അന്ന് എനിക്ക് മേടിച്ചത് പാനാപൂരി എവിടെയാന്ന് ചോദിച്ചു. എവിടെയാ भैया इधर सीधा पानापुरी का दुकान किधर मिलेगा? इसको सेल्फी टाइम है सेल्फी संतोष है
വളരെ സന്തോഷമായി. ഇതെന്നാ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നാ? ആ മെമ്മറി ആണോ? എൻ്റെ കർത്താവ് ഈശോമിശിയാക്കി എന്നെ തിരക്കാന്നറിയോ ലോറിയുടെ. വേറെ വണ്ടികൾ വളരെ കുറവാട്ടോ, ലോറികളാണ് ഏറ്റവും കൂടുതൽ. ഇത് നോക്കിയാൽ ഒരാളിവിടെ റോഡിൻ്റെ നടുക്ക് വണ്ടി നിർത്തിയിട്ടങ്ങ് പോയിട്ടോ. അടിപൊളി. ഇതാണ് സാധനം കേട്ടോ, സെബിൻജി ഇതൊക്കെ. താങ്ക് യു. ഇതാണ് സോയാബീൻ ആട്ടോ, സോയാബീൻ. ലിബിനൊരു വലിയ അബദ്ധം കാണിച്ചത്. ലിബിൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു ചൗമി വരെ. അവനാ ചൗമീൻ്റെ അകത്തിട്ട് കേട്ടോ. ഒരു പീസ് കഴിച്ചോക്കടോ. ഒരു പീസ് നോക്കണോ? ട്രൈ സംതിങ്. ഐ എം സോറി. നിങ്ങളോട് തരുമെന്നല്ലോ ചോദിച്ചാൽ. ഞങ്ങളുടെ റൗണ്ടിങ് കഴിഞ്ഞു. നോക്കിയേ, ഒരുത്തൻ നടുറോട്ടി ഫോട്ടോ എടുപ്പാട്ടോ. നോക്കിയേ, പാവൻ ലിവിൻ പെട്ടു. സെവിൻ ഫോട്ടോ എടുപ്പാട്ടോ. ലിവിനെ പെടുത്തി. റസാക്ക അങ്ങനെ വണ്ടി ഉള്ളിൽ കയറി. റസാക്ക എടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ, ഇത് മറ്റേ ഇത് തീയിട്ടാണ്. ആ വണ്ടി കയറുമ്പോൾ ശ്രദ്ധിക്കണേ കേട്ടോ. ഉസ്മാൻ എന്തിനാടാ പാവ അയാളെ നീ വെറുതെ വാടാ, കഷ്ടമുണ്ടാ. നേരത്തെ എന്ന സ്ഥലത്തും ഞങ്ങൾ പറന്ന് കെട്ടി അടുത്ത സ്ഥലത്ത് വന്നിട്ടോ. നമ്മുടെ വണ്ടിക്ക് പണി കെട്ടി. ആ ഡൈനാമിക് വീണ്ടും പ്രശ്നം തുടങ്ങി. വണ്ടിയിലുണ്ടല്ലോ, അതായത് ബാറ്ററിയുടെ ലൈറ്റ് കത്തി കാണിക്കുകയാണ്. നേരത്തെ ബേൺ ആയതാണ് ആ സംഭവമാണ്. വീണ്ടും ബാറ്ററിയുടെ യെല്ലോ ലൈറ്റ് വന്നു. ബാറ്ററി ചാർജ് കയറുന്നില്ല. दो बाल्टी है भैया. नहीं पीछे नीचे नीचे नीचे. हाँ वो इसमें डालेगा, अंदर जाओ देखने के लिए. भैया मॉर्निंग है ना, मॉर्निंग ये टर्मिनल है ना, डायनामो टू इसमें जाने के टर्मिनल, वो बैन आएगा. चल फायरिंग हो गया. कल रेडी करेगा. आज रेडी किया. हाँ थोड़ा फायरिंग है ना, अगर थोड़ा शॉर्ट होगा इसलिए तो आज ഇതെല്ലാത്ത സംഭവങ്ങളും പറഞ്ഞു കൊടുക്കട്ടോ. ഇത് വളരെ കഷ്ടമായി പോയിട്ടോ. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ഈ ടൈമിൻ്റെ വിഷയം വരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ചവിട്ടി പറിച്ച് ഓടിച്ചാലേ പറ്റുള്ളൂ കാര്യങ്ങൾ. അത് ശരിയാക്കിയിട്ട് തന്നെ പോകണം ഇന്ത്യയിൽ നിന്ന് കേട്ടോ. ഇതിപ്പം നോക്കിയിട്ട് പറഞ്ഞത് അത് ഡൈനാമയുടെ മറ്റേ വയറ് പോയെന്ന്, നേരത്തെ പോയ വയറ് ആ കത്തിപ്പോയെന്ന്. ഡൈനാമോ ഊരണമെന്ന് പറഞ്ഞത്. ഇതാണ് പ്രശ്നം കേട്ടോ. ഞങ്ങൾ ഇത്ര നേരം അപ്പുറമായിരുന്നു. ചേർത്ത് വെക്കാനാ. എന്തു പണി എടുക്കണമെങ്കിലും തമ്പാക്ക് വെക്കും കേട്ടോ. ജാക്കി എന്തിനാ? आपका पास ജാക്കി नहीं है. അത്യാവശ്യം എല്ലാ ലൈറ്റുകളും തെളിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം പച്ചയും നീലയും കൂടെ കത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഓക്കെ. അത് രാത്രിയിൽ മറ്റേ ലൈറ്റിടും ഓക്കെ കേട്ടോ. അവൻ എന്തായാലും അടിയിൽ കയറാന്ന് പറഞ്ഞത്. ഇവിടെയാണ് നമ്മളിപ്പോൾ വണ്ടി കൊണ്ടുപോയിട്ട് ഏതാണ്ട് നമ്മൾ 10 കിലോമീറ്റർ അടുത്ത് വന്നല്ലടാ. 10 കിലോമീറ്റർ അടുത്ത് വന്നു. ഞങ്ങൾ ഓടിപ്പിടിക്കണം. രാത്രിയാണ്, ഇന്ന് സൺഡേ ആണ്. പിന്നെ 2-3 ഡൈനാമോ ഷോപ്പിൽ ചെന്നിട്ട് അവിടെ ആരും ഇല്ലായിരുന്നു. ലാസ്റ്റ് ഫൈനലി ഈ കാണുന്ന കടയിലെ പുള്ളി ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. ഇക്കാ नीचे. हाँ अभी आएगा वो. എന്നാ क्या प्रॉब्लम है समझा है. ചിരിക്കുന്നെന്നാ ഗൈസ് നോക്കാം. അവനത് ഊരി എടുത്ത് റെഡിയാക്കി തന്നെ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ ഗൈസ് വണ്ടി അവരെ നോക്കുന്നുണ്ട് കേട്ടോ. അതായത് ഡൈനാമോ ഊരണം. ഡൈനാമോയുടെ എന്തോ കംപ്ലൈൻറ്റാ. ഡൈനാമോടെയാ. ഇത് ഊരിൽ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. എന്നെ തോന്നുന്നേ ഊരണ്ട. അങ്ങനെ പറയല്ലേ, ഇത് ശരിയാക്കാതെ പറ്റുമോ? നീ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ വന്നാ അതൊക്കെ വേണേ കേട്ടോ. വേറെ എവിടെ അടിക്കറിയാറോ? ആര്? അടി നോക്കാൻ ഏറ്റവും നല്ല ആള്. അല്ലടോ അതിന്റെ എസിയുടെ പറയുന്ന കണ്ടൻസ് എല്ലാം വേറെ ഒരു സംഭവം ഉണ്ടല്ലോ. ആ കറങ്ങാൻ സാധനത്തിന് പറഞ്ഞത് അല്ലല്ല, അത് ഊരി എടുക്കാന്ന് പറഞ്ഞു. എന്നാ സംഭവം എന്ന് വെച്ചാൽ എബിനും അതിന്റെ അടിയിൽ കയറി കേട്ടോ. എന്താ സംഭവം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അതിനല്ല ബോൾട്ട് മിസ്സാ. എന്റെ പകുതി വരെ പോകും, ബാക്കി കുമ്പ തട്ടിട്ട് നിൽക്കുമോ? കുമ്പ തട്ടിട്ട് നിൽക്കും ബോർഡ് ബമ്പറിന്. ഗൈസ് അതും കൂടെ നോക്കിക്കഴിഞ്ഞാൽ അതും കൂടെ ടൈറ്റ് ആക്കാൻ വേണ്ടി പറയാൻ വേണ്ടി നോക്കും കേട്ടോ. എന്നാ സംഭവം എന്ന് വെച്ചാൽ അവിടെ അങ്ങനെ ഡൈനാമിക് പോകുന്നു, അല്ലെ എ സിയുടെ കംപ്രസറിന് പോകുന്നു, എന്തോ ഒരു സാധനം എന്നേക്കാ. ഫോണ് ഇതന്നെ ചേട്ടാ വേക്ക് കൈ കെട്ടിയാക്കുന്നേ. ചൊറിയുന്നുണ്ടല്ലേ? അവിടെ പുക പോകുന്നല്ലോ പോലെ ഡൗട്ട് ഇല്ലല്ലോ. കിട്ടിയില്ലേ? ഭയങ്കര ഇന്ത്യ പറയുന്നത് പൂരാ കേരള മേ ആയേഗ. രാവിലെ എന്താ പറഞ്ഞല്ലോ? രാവിലെ അയാളോടെന്നാ പറഞ്ഞല്ലോ. എന്നാ പറഞ്ഞേ? രാവിലെ അയാൾ ശരിയാക്കുന്ന ഉദ്ദേശിച്ചേ അല്ല, ശരിയാക്കിന്. കവലയിൽ കാർന്നോക്കന്മാരിയ്ക്കുന്ന പോലെ കേട്ടോ റസാക്ക ഇരിക്കുന്നത്. ആരുടെ കുറ്റം പറയാൻ ആലോചിച്ചിരിക്കുക.
എന്നെ സംഭവം കണ്ടുപിടിച്ചു. ഡൈനാമയുടെ കംപ്ലൈന്റ് അത് ഊരിയിട്ട് ഇപ്പം പുള്ളിക്കാരൻ റെഡിയാക്കി തരാന്ന് പറഞ്ഞു. ഊരിയിട്ട് റെഡിയാക്കി തരാന്ന് പറഞ്ഞു. ഇല്ല എന്നെ സംഭവം എന്ന് ചോദിച്ചാല് വീണ്ടും ഇതേപോലെ കത്തിപ്പോവുള്ളൂ. നമുക്ക് പുള്ളിക്കാരൻ റെഡിയാക്കി തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു കേട്ടോ. ഇതുണ്ടല്ലോ ഇലക്ട്രിക്കൽ പണി മാത്രം എടുക്കുന്ന വർക്ക്ഷോപ്പാണ്. ഡൈനാമൊക്കെ ക്യാമന ഡൈനാമോ. ഇത് ബൈൻഡിങ് ആട്ടോ കാണുന്നത്. ഇതിന്റെ കൂടുതലുള്ള സൂപ്പർ പണിക്കാരാട്ടോ. റസാക്ക എന്നാ പറഞ്ഞേ? എന്നോട് പറഞ്ഞേ ആ ഇവിടുത്തെ ഭയങ്കര പൈസ അയാള് ആ നമുക്ക് 1 കിലോമീറ്റർ അപ്പുറം പോയിട്ട് അവിടുന്ന് ചെയ്തുതരാന്ന്. അവൻ ചെയ്തുതരാന്നാ? അവൻ സ്വന്തമായിട്ട് സാധനങ്ങളൊക്കെ എവിടെ നിന്ന് എടുക്കും? ആ അത് നടക്കൂല. ഡൈനാമൊക്കെ ഊരി പണിയുണ്ടേ. അവൻ നമ്മളെ ഊരി എടുക്കും അല്ലേ? ആ ഗൈസ് നോക്കൂ, നമ്മൾ ഊരി എടുക്കും കേട്ടോ. ഞങ്ങളുടെ ചെയർ എടുത്തു കേട്ടോ. ഇതുണ്ടോ 2 ചെയർ ഇട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുവാണ്. സെബിൻ പറയുന്നത് ഇവൻ രക്ഷപ്പെടും കേട്ടോ. കാരണം ഇവന് പുതിയകാലം വിട്ടറിയാം. അതുകൊണ്ട് ഇവൻ രക്ഷപ്പെടും 100%. ആ ഗൈസ് എന്തായാലും ഈ പുള്ളിനെ അടിച്ചിട്ട് ഇവൻ കയറും കേട്ടോ. വേറെ ഇതിന്റെ തൊട്ടപ്പുറം ഷോപ്പ് ഇടും. പാവം മനുഷ്യൻ. എന്ത് ഒരു പാവം മനുഷ്യട്ടോ. അയാൾ അവിടെ നിന്ന് വർക്ക് ചെയ്യുക. അവനെന്റെ കൂടുതൽ അടിച്ചു കൊടുക്കും കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള നാറിയൊക്കെ എന്നെ തീർന്നു കേട്ടോ. ചിലപ്പോൾ ഇവനൊക്കെ വിശ്വസിച്ചായിരിക്കും പുള്ളി പോകുന്നത്. മേശയിലെ പൈസ ഒക്കെ കീശയില്. ഓ കായ്സ് അതേ സമയത്ത് ഞങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് നേരെ അത് കൂപ്പ് ചെയ്യും കേട്ടോ. കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ നേരെ ഈ ഹാർഡ് ഡിസ്കിലോട്ടാണ്, എന്നിട്ട് ഫോണിൽ നിന്നാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഈ ലാപ്പിൽ അപ്ലോഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് അടിപൊളി സമയം എടുക്കും. ഇതിലാണ് ഒരു അരമണിക്കൂറിനുള്ളിൽ ഫോണിൻ്റെ അകത്താണ് ചെയ്യേണ്ടതെങ്കിൽ ലാപ്പിലാകുമ്പോൾ 3 മണിക്കൂർ 4 മണിക്കൂർ എടുക്കും അല്ലേ? പണി നടക്കില്ല കേട്ടോ. ഊമ്പിച്ച് പാലം കെടുത്തി ഇവര് ലാസ്റ്റ് പറ്റൂല എന്ന് പറഞ്ഞു കേട്ടോ. ഇത്രയും നേരം വരെ വെറുതെ കിടന്നു. ഇതെന്നെ സംഭവിച്ചാല് AC യുടെ കണക്ഷൻ ഡയറക്റ്റ് ഫീസ് ബോക്സിലുള്ള അത് മാറ്റിയിട്ട് ഡയറക്റ്റ് ബാറ്ററിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം കഴിഞ്ഞു കേട്ടോ. അപ്പം അതിനെന്ത് ചെയ്യണം? ഇതങ്ങോട്ട് നേരെ കൊടുത്തിട്ട് ആ ബേണായ ടെർമിനൽ മാറ്റി മതി കേട്ടോ. ഈ പുള്ളിനെ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ ഇപ്പം എന്ത് ചെയ്യുമെന്തോ. ഇവരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണുണ്ടല്ലോ. ഭയങ്കര പാടാ കേട്ടോ. ഇത്ര നേരം കൊണ്ട് പിടിച്ചിട്ട് ലാസ്റ്റ് വരെ പറ്റൂല. പക്ഷെ എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിച്ചേക്കാം. കാശ് നോക്കും, വയറ് മേടിക്കാൻ പോവാ കേട്ടോ. അല്ല വേറെ രക്ഷയൊന്നുമില്ല. ഇവരോട് പോവാണ്. പയ്യ റെഡി കരേഗാ? ഓ ബോലേനാ ഓ അല്ല. പക്ഷെ എന്തൊരു കഷ്ടമാണെന്ന് അറിയിക്കേ. എങ്ങാനും ചൈനയിൽ നിന്ന് പണി കിട്ടി നമ്മുടെ ട്രൗസർ കയറി കൈ കിട്ടും കേട്ടോ. എന്ത് സംഭവിച്ചെന്ന് എനിക്കൊരു പിടുത്തമില്ല. ആ നാട്ടിൽ അത്ര ഓടിച്ചിട്ട് ഒരു കുഴപ്പമില്ല. ഇവിടെ ഈ ഇങ്ങനെയാണ് ഈ കേരളം കടന്നു കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വല്ലക്കെട്ടായിട്ട് വരും കേട്ടോ. കണ്ണാന്ന് തോന്നുന്നു. ചെരുപ്പ് കെട്ടി തൂക്കണം. സാധനം ഈ കാണുന്ന 4 മീറ്റർ വയർ മേടിച്ചോ. 4 mm 4 mm സാധനമാട്ടോ. ഇത് മതിയെന്നാ ജോജ പറഞ്ഞു. ആണോടാ? ഇത് മതിയായിരിക്കും. 4 mm മതിയായിരിക്കും അല്ലേ? ഇത്ര കാണുന്ന ഹെവൽസിന്റെ ഈ വയർ മേടിച്ചത് 300 രൂപ. അതാണ് പൂറടി കേട്ടോ. കള്ള കിളവൻ എന്നെ പറ്റിച്ചെന്ന് തോന്നുന്നു. ഗൈസ് നോക്കൂ, ഊമ്പിക്കപ്പെട്ടു കേട്ടോ. അവന് പണിയൊന്നും അറിയത്തില്ല. പണിയൊന്നും നടന്നില്ല. തൊട്ടപ്പുറത്ത് വേറെ 2 കൂടെ ഉണ്ട്. അങ്ങോട്ടൊന്ന് പോയി നോക്കാം കേട്ടോ. ഗൈസ് ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് ഞങ്ങൾ അടുത്ത വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നു കേട്ടോ. ഇവിടെയെങ്കിലും നടന്ന് കിട്ടിയിരുന്നെങ്കിൽ രക്ഷപ്പെട്ടാനെ. എടാ പീച്ചെ ഇവിടെ ഭയ്യ ഇതറിയേ ഡൈനാമോ പീച്ചെ ആ ഈ കാണുന്നൊരു ഡൈനാമയും ബാറ്ററിയൊക്കെ ശരിയാക്കുന്നൊരു കടയാണ്. അപ്പോൾ ലിബിനും റസാക്കും കൂടെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ കാല് പിടിച്ചു. ഒന്ന് നോക്കട്ടെ എന്നാണ് പറയുന്നത് കേട്ടോ. നമുക്ക് വെയിറ്റ് ചെയ്യാം, അല്ലാതെ പ്രത്യേകിച്ച് മാർഗ്ഗങ്ങളൊന്നുമില്ല. ഞാൻ അടിയിൽ കയറി പുള്ളിനെ ഒന്ന് കാണിച്ചു കൊടുത്തു കേട്ടോ. സംഭവം പുള്ളി നോക്കാന്ന് പറഞ്ഞു. ഊരി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഊരി എടുക്കണമെന്ന് പറഞ്ഞു. ഊരി എടുത്താലേ കാര്യങ്ങൾ നടക്കുള്ളൂ. എങ്കിലും നാളെ ഒന്ന് സർവീസ് സെൻ്ററിൽ കയറണം കേട്ടോ. എങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പണി നടക്കൂല. അപ്പോൾ ഗൈസ് ഈ കാണുന്ന ഇത് ഊരി കൊടുക്കണമെന്നാട്ടോ പറഞ്ഞത്. അതിൻ്റെ അപ്പുറം ഇപ്പുറം എന്തൊക്കെയോ സാധനങ്ങളുണ്ട് കേട്ടോ. എന്തൊക്കെയോ സാധനങ്ങളുണ്ട് അതിനുള്ളിൽ. പ്രിൻസേട്ടാ ഈ മേലത്തെ എൻജിൻ കവർ ഊരിയാലേ ഡൈനാമോ ഊരാൻ പറ്റുള്ളൂ. പിന്നെയോ അല്ല മേലിൽ ഊരിയാലോ? അല്ലെ എൻജിൻ കവർ ഊരിയിട്ട് കാര്യമുണ്ടോ? എൻജിൻ കവർ ഊരി കേട്ടോ. എൻജിൻ കവർ ഊരിയാലേ ഈ സംഭവം ഊരാൻ പറ്റുള്ളൂ. ഇവർക്ക് അത്യാവശ്യം ഐഡിയ ഉള്ളവരാ കേട്ടോ. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അല്ല നമ്മൾ പെട്ടു ബാറ്ററി പീച്ചേ പണി തുടങ്ങി കേട്ടോ. ഇതിൻ്റെ പൈപ്പും അതും ഇതൊക്കെ ഊരി കഴിഞ്ഞാൽ സാധനം കിട്ടും കേട്ടോ. ഇത് ഊരി കഴിഞ്ഞാൽ സംഭവം റെഡിയാണ്. അപ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി കേട്ടോ. നോക്കൂ, അതായത് ഈ സാധനം ഊരി കഴിയുമ്പോൾ അറിയാം എങ്ങനെ ആവും എന്നുള്ളത്. അവൻ അത്യാവശ്യം നല്ല പണി അറിയുന്നതാണ് കേട്ടോ. ആർക്കെല്ലാം പണിക്കാരെ വേണം ഇങ്ങോട്ട് വന്നാൽ കേട്ടോ. നിസാര കാഴ്ചയുടെ പണിയില്ലേ. 12,000 കൊടുത്താൽ ഇവർ അങ്ങോട്ട് വരും കേട്ടോ. ഭക്ഷണം കൂടെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഓക്കെ. ഇല്ലയുണ്ടല്ലോ ഡോക്ടറെ പോലെ എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല കേട്ടോ. ഇനി എന്താണോ പ്രശ്നം? പുതിയത് കയറ്റാനാണോ? പുതിയത് അവനോട് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ സാധനം പോയതാട്ടോ. ഇത് ഈ ഒരൊറ്റ പ്രശ്നം ഞങ്ങളുടെ എത്ര സമയം അപഹരിച്ചെന്നറിയാമോ? ഫൈനലി സംഭവം റെഡിയായി. സംഭവം കേട്ടിട്ടുണ്ട്. പക്ഷെ നാളെ പട്നയിൽ നിന്ന്
അത് ആൾട്ടർനേറ്റീവ് മാറ്റിയേക്കാട്ടോ. അതാണ് എനിക്ക് തോന്നുന്നു നല്ല ഐഡിയ ആയിട്ട്. എന്തായാലും പുതിയ സാധനങ്ങളൊക്കെ അവർ തിരിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും തിരിച്ച് കയറ്റട്ടെ, എന്നിട്ട് വേണം നമുക്ക്. ഇത് 24 hours അല്ലടാ, 24 മണിക്കൂർ. എല്ലാവരും പാതിരാ കോഴിനെ പോലെ ആട്ടോ ഇരിക്കണേ. 24 മണിക്കൂറും 24 ദിവസവും ഇവർ പണിയെടുക്കും. ബാക്കിയുള്ള 6 ദിവസം സംഭവം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കിട്ടോ. റേസ് കൊടുക്കാൻ നേരത്തെ ആ റെഡ് ലൈറ്റ് പോകും, റേസിന് വിടാൻ നേരത്ത് വരും കേട്ടോ. ഇത് വിട്ടിട്ട് വരുന്നുണ്ട്, നോക്കട്ടെ എങ്ങനെയാണെന്നല്ലോ. രക്ഷപ്പെട്ടോ കേട്ടോ. ഇപ്പം കുറഞ്ഞും പോയി. അൾട്ടർനേറ്റീവ് തന്നെയായിരുന്നു അതിന്. സ്ലോയിലാ സിഗ്നൽ വരിക. ആദ്യം കൊടുക്കാൻ ഗൈസ് നോക്കൂ, അതായത് ഇവിടെ ആട്ടോ നമ്മുടെ വണ്ടി പണിത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ കയറി ഭക്ഷണം ഓർഡർ ചെയ്തിട്ടോ. ഗൈസ് സത്യം പറയാലോ, ഞങ്ങൾ വർക്ക്ഷോപ്പ് കയറില്ലേ വണ്ടിക്ക് പണി കിട്ടില്ലേ എന്ന് വിചാരിച്ചിറങ്ങിയതാണ്, പ്രാർത്ഥിച്ചിറങ്ങിയതാണ്. പക്ഷെ പണി കിട്ടി. നാളെ തന്നെ അൾട്ടർനേറ്റർ മാറ്റി വെക്കണം, പുതിയ അൾട്ടർനേറ്റർ മേടിച്ചേക്കണമെന്ന് ഫോഴ്സ് കയറി മാത്രം സാധനം. പിന്നെ ഇത് ചെയ്യണം, സ്കാൻ ചെയ്യണം, കുറച്ച് പരിപാടി ചെയ്യണം. ഭക്ഷണം എല്ലാം പോലും ഉണ്ടാക്കും കേട്ടോ. ഇച്ചിരി ആംഗ്രി ആളാണ്. അങ്ങോട്ട് കയറി ചട്ടിനുള്ളിൽ കയറിയിരിക്കാൻ. എന്തൊരു മനുഷ്യനാണ് ചോദിക്കാൻ. തുടങ്ങി നീ മടുത്തോടാ, നീ ഉറങ്ങി വീഴുവോ? നോക്കൂ, ഞങ്ങളുടെ കൂട്ടത്തില് ചേട്ടനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു കേട്ടോ. അതായത് നമ്മൾ മറ്റേ ഇലക്ട്രിക്കൽ ക്യാമ്പിന് പോയപ്പോൾ അവിടുത്തെ ചേട്ടനാട്ടോ. ഗൈസ് ഞങ്ങൾ ഓർഡർ ചെയ്ത നല്ല കിട്ടിലെ ടൊമാറ്റോ ചട്നി കിട്ടി കേട്ടോ. അല്ലേ, ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇത് ഡാലും റൊട്ടി കേട്ടോ. എനിക്കൊന്ന് ചാച്ചക്ക് ഏതാ? ये ओ क्या है? चन्ना आलू है ना? आलू चन्ना. ആലു ചെന്നയാണ് പുള്ളിക്കാരൻ വന്ന കേട്ടോ. ഞങ്ങൾക്ക് ഡാല് പോലെ കാക്കിയായേ. പുള്ളി ഉണ്ടല്ലോ റൊട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ ഇങ്ങനെ കൊട്ടും കേട്ടോ. അപ്പൊ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇതൊക്കെ ഉണ്ട് പോകാൻ വേണ്ടി നീറ്റാക്കുന്നത്. നമ്മളങ്ങനെ ചെയ്യാറില്ല. എങ്ങനെയുണ്ടാ? ഫൈനലി അങ്ങനെ നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ജാർഖണ്ഡിൽ കൂടെ വണ്ടി ഓടിക്കാം കേട്ടോ. ഇവിടെ എന്താണ് രാത്രി നടക്കണമെന്ന് ഇവിടെ ഉള്ളവർക്ക് പോലും പിടിച്ചല്ലോ കേട്ടോ. പല സ്ഥലത്തും പല രീതിയാണ്. വളരെ ശ്രദ്ധിക്കും സൂക്ഷിച്ചും നമ്മൾ വണ്ടി കൈകാര്യം ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. വണ്ടി മാത്രമല്ല, നമ്മൾ രാത്രി യാത്ര വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംസ്ഥാനം കേട്ടോ ജാർഖണ്ഡ്. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ബീഹാർ കയറും, പിന്നെ പാട്ന കേട്ടോ. നോക്കൂ, കൊടുങ്കാട് കേട്ടോ. കൊടുങ്കാട് എന്ന് വെച്ചാൽ കൊടുങ്കാട്. വണ്ടികൾ തീരെ കുറവാണെങ്കിൽ വണ്ടി ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ട്, ലോറികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് എങ്ങനെ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ചുരമുണ്ട്. ഇത് എവിടെയാ ചെന്ന് കയറുന്നത്, ഇത് ഏതാ സ്ഥലം എന്നുള്ളതൊന്നും ഒരു പ്രത്യേകിച്ചൊരു ഇതൊന്നും ഐഡിയ ഒന്നും കിട്ടുന്നില്ല അല്ലടാ ചെവിന്. നോക്കി ഇപ്പൊ രാത്രി കറക്റ്റ് പറയണ 2:30, അതായത് 1:30 കേട്ടോ. 1:25 ആ ഒരു സമയത്താണ് നമ്മൾ ഈ കൊടുങ്കുത്തനായ വളവിൽ കൂടെ നേരെ പോകുന്നുണ്ട്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ റൂട്ടിൽ കൂടെ ഒക്കെ യാത്ര ചെയ്യുന്നത് കേട്ടോ. 100 കിലോമീറ്റർ ഓടിക്കുന്ന വണ്ടിക്ക് വീണ്ടും സെയിം കംപ്ലൈന്റ് കേട്ടോ. ഇത് നമ്മൾ അടപടലം പെട്ടു. വീണ്ടും ഡൈനാമിക് കംപ്ലൈന്റ് കേട്ടോ. ഒരു രക്ഷയില്ല. കൊതുകെന്ന് വെച്ച് കഴിഞ്ഞാൽ വമ്പ കൊതുക് കേട്ടോ. 7 മണിയാകും, ഇപ്പം 4:30 ആയിട്ടുണ്ട്. 7 മണിയാകാതെ ഇനി ഒരു വർഷോപ്പ് ഒരു സാധനം തുറക്കില്ല. കറക്റ്റ് റോഡിൻ്റെ ഇപ്പുറം ആയതുകൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ. വണ്ടി അങ്ങനെ തള്ളി കൊണ്ട് ഇപ്പുറം കിട്ടും. അതേ സമയത്ത് എബിനിതാ കൊതുകണി കൊണ്ട് ഷീറ്റ് അയച്ചിട്ട് ഇവിടെ കിടക്കുന്നു. അതേ സമയത്ത് സെബിൻ നോക്കി അവരൊന്നും ഉറങ്ങിയിട്ടില്ല കേട്ടോ. നേരെ ഇവിടെ കിടക്കുന്നു. ഗൈസ് കൊതുകൊണ്ട് അവസാനം ഒരു രക്ഷയില്ല കേട്ടോ. അവസാനം ഞങ്ങൾ ഇവിടെ കണ്ട തുണി കുറേ കത്തിച്ചു, എന്നിട്ട് കുറേ പുകയിട്ട്, എന്നിട്ടും കൊതു പോകുന്നില്ല കേട്ടോ. ഇതിൻ്റെ ഒക്കെ വീക്ക് നോക്കി എന്തോരം കൊതുകാന്ന് ഒരു രക്ഷയില്ല.